മട്ടമ്പാര് ഇങ്ങനെ വറുത്തെടുത്ത് കല്ലിൽ അരച്ചിട്ടാണ് മഞ്ഞത്തണ്ണി. അതിന്റെ ടേസ്റ്റ് തന്നെ വേറെയാണ്. നമ്മളെ പഴയ ഉമ്മാല ഉണ്ടാക്കി തരുന്ന ആ മഞ്ഞത്തണ്ണി അല്ലേ, അരച്ചിട്ടുള്ള മഞ്ഞത്തണ്ണിയാണ് നമുക്ക് വേണ്ടത്. പഴയ കാലത്ത് അങ്ങനെയായിരുന്നു. ഇപ്പൊ അല്ലേ ഈ കാശ്മീർ പോളി ഇത് ഇട്ട് കലക്കിയിട്ട് ആക്കുന്നത്. അത് ഒരു മാസം വാങ്ങില്ല. ഇതാണ് മഞ്ഞത്തണ്ണിന്റെ കൂട്ടുകാര്യങ്ങളെല്ലാം. അപ്പൊ ഒന്ന് കാണാം. മഞ്ഞപ്പൊടി ഇതാ മഞ്ഞത്തണ്ണിന്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം പണ്ട് കാലത്ത് എന്റെ ഉമ്മാല ഉണ്ടാകുന്ന സമയത്ത് ഉമ്മാറ് ഇങ്ങനെ തോല് കാല് അതെല്ലാം ക്ലിയർ ആക്കിയിട്ട് ചെയ്യുന്ന മഞ്ഞത്തണ്ണിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇതൊന്നും ഇട്ടില്ലാലും മഞ്ഞത്തണ്ണി പാങ്ങുണ്ടാകുന്നില്ല ഗൈസ്. കാല് ചൂടുവെള്ളത്തിൽ ഇടാം. മാത്രം പണിയുണ്ട്, അത്ര തന്നെ പണിയുണ്ട്. യെസ്, മുകളിലത്തെ സ്കിൻ എല്ലാം എടുക്കണം കംപ്ലീറ്റ്. കണ്ടല അടുപ്പത്ത് വെച്ചിട്ട് അതിന്റെ മുകളിലുള്ള എന്തെങ്കിലും അതിന്റെ ബാക്കി ഉണ്ടെങ്കിൽ കത്തി കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കുന്നത്. മുട്ടക്കോഴി കുക്കറിൽ വേവിക്കാം ഗൈസ്. ഇത് കുറച്ച് വേവ് ജാസ്തി വേണം. നമ്മുടെ നാടൻ കോഴി പോലെ അരച്ചു വെച്ച മുളകാണ് ഗൈസ്, മഞ്ഞത്തണ്ണിന്റെ മുളക്. യെസ്, ഇത് നോക്കിയത് വറുത്തരച്ച മുളകിന്റെ കുക്കറിൽ 5 കുക്കർ കുക്കിന് നേരെ ചട്ടിയിലേക്ക് മാറ്റുന്നതാണ് ഗൈസ്. മുട്ടക്കോഴി മഞ്ഞത്തണ്ണി റെഡി. ഇന്ന് മഞ്ഞത്തണ്ണിക്ക് നമ്മൾ സെലക്ടഡ് ആക്കിയിട്ടുള്ള ബെറിഞ്ചോറാണ്, നാടൻ ബെറിഞ്ചോറ്. ഇതിലേക്ക് പറ്റിയ ഐറ്റംസ് ആണ്. 80-90 കാലഘട്ടത്തില് മങ്ങൽപ്പൊരയില് രാത്രി കിട്ടുന്ന ഐറ്റംസ് ആണ്. അവിടെ കോഴി കൊണ്ടുപോകും, മുട്ടക്കോഴി കൊണ്ടുവന്നിട്ട് രാവിലെ ബിരിയാണിക്ക് വേണ്ടിട്ട് രാത്രി ആ നേരം കൊണ്ടുവന്നത്. അപ്പൊ അതിന്റെ പാർട്സ് കുച്ചിലേക്ക് കൊടുത്തിട്ട് പെണ്ണുങ്ങ ഉണ്ടാക്കുന്ന ഒരു ഐറ്റംസ് ആണ് ഇത്. ചോദിക്കണ്ട, എന്റെ ഉമ്മെല്ലാം ഉണ്ടാക്കി തെറ്റുണ്ട്. അതേ മണം. അതുപോലെ 80-90 കാലഘട്ടത്തിൽ ഇതുപോലെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ കമന്റിൽ പറയണം. അതാ മുട്ടക്കൊടലുണ്ട്, മുട്ടക്കോഴി ഉണ്ട്, കോഴിക്കാലുണ്ട്, കോഴിത്തോലാണല്ലോ. ഇതാ കോഴിത്തോല്, മുട്ടക്കൊടല്, കാക്കപ്പറണ്ടി, യെസ് ദട കാക്കപ്പറണ്ടി, കോഴിക്കാല്, യെസ് ദട കോഴിക്കാല്. ഇതെല്ലാം മങ്ങൽപ്പരയിലെ കുച്ചില് പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്ന ഐറ്റംസ്. പിന്നെ ഇതാ ഇത് തോലിന്റെ മുല്ലക്കുണ്ടി. പറയുന്നത് നാക്കടൊന്നും ആക്കണ്ട ഗൈസ്. ഇതെല്ലാം പണ്ട് നമ്മളെ ചെറുപ്പകാലത്ത് നമ്മൾ കഴിച്ചുകൊണ്ടിട്ട ഐറ്റംസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നൂറിൽ 100 മാർക്ക് സക്കീറ. നിനക്ക് എന്റെ ഉമ്മ ഉണ്ടാക്കി തരുന്ന അതന്നെ, ഒരു മാറ്റവും ഇല്ല. എന്ത് പാങ്ങ ഗൈസ്. വാവ്, വാട്ട് എ ഫാന്റാസ്റ്റിക്. ഇതാണ് കോഴിന്റെ തോല്, കാക്കപ്പറണ്ടി. വാവ്, മുട്ടക്കൊടല്, മുട്ടന്റെ കൊല തന്നെ ഉണ്ട് ഗൈസ്. ഇതാ മുട്ടക്കൊല. അപ്പൊ ഇത് ഷാനൂന് എടുത്തേക്കാം. ഷാനൂന് ഭയങ്കര ഇഷ്ടം ഗൈസ്. അപ്പൊ ഏതായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. SS ട്രേഡിംഗ്.